KPSC രചനാ സംവിധാനം അശോക് ശശി. മലപ്പുറം വലിയകുന്ന് നവജീവൻ കലാ സാംസ്കാരിക വേദിയുടെ 10ാം വാർഷികാഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് അരങ്ങേറിയ പ്രശസ്ത നാടക സംഘം KPSCയുടെ ഭഗവന്തി എന്ന നാടകം കാണികളിൽ വൻ ചലനമാണ് സൃഷ്ടിച്ചത്. വളരെ നല്ല നാടകമായിരുന്നു. കാലോചിതവും കാലിക പ്രസക്തവുമായിട്ടുള്ള വളരെ വിഷയം. നമ്മുടെ നല്ലൊരു KPSCയുടെ സ്ഥിര നാടകങ്ങളെ പോലെ തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ നല്ല നാടകമായിരുന്നു. വളരെ നന്നായി ആസ്വദിച്ചു. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മൊയ്തു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലയും സംസ്കാരവും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയകുന്നിൽ പ്രവർത്തിക്കുന്ന നവജീവൻ കലാ സാംസ്കാരിക വേദിയുടെ 10ാം വാർഷികാഘോഷമാണ് ഞായറാഴ്ച വൻ ജനപങ്കാളിത്തത്തോടെ നടന്നത്. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മൊയ്തു മാസ്റ്റർ വാർഷികാഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര നാടക സംവിധായകൻ നാസർ ഇരുമ്പിളിയം മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നാടക നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനാമിക K ചടങ്ങിൽ പ്രത്യേക ആദരവ് ഏറ്റുവാങ്ങി സംസാരിച്ചു. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് അംഗം രാധ ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് വൈകിട്ട് അരങ്ങേറിയത് മലയാള നാടകവേദിയുടെ ചരിത്രത്താളുകളിൽ സുവർണമുദ്ര പതിപ്പിച്ച KPSCയുടെ ഏറ്റവും പുതിയ തുടിപ്പായ ഭഗവന്തി എന്ന നാടകമാണ്. തോപ്പിൽ ബാസിയുടെയും ONVയുടെയും ദേവരാജൻ മാസ്റ്ററുടെയും വിപ്ലവ സ്മരണകൾ ഇരമ്പുന്ന KPSC കാലിക പ്രസക്തമായ മറ്റൊരു ശക്തമായ പ്രമേയവുമായാണ് വലിയകുന്നിലെ നാടകപ്രേമികൾക്ക് മുന്നിലെത്തിയത്. മനുഷ്യബന്ധങ്ങളുടെ തീക്ഷ്ണതയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ചർച്ച ചെയ്യുന്ന ഭഗവന്തി വേദിയിൽ അവിസ്മരണീയമായ ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. അഭിനേതാക്കളുടെ തന്മയത്വമാർന്ന പ്രകടനവും ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളും മികച്ച പശ്ചാത്തല സംഗീതവും നാടകത്തെ വേറിട്ടു നിർത്തി. സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ജാതിയുടെയും ലിംഗഭേദത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളെ ശക്തമായി തുറന്നുകാട്ടുന്ന അത്യുജ്വലമായ ഒരു ദൃശ്യവിരുന്നായിരുന്നു നാടകം. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദന്റെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നാടകരചയിതാക്കളായ അശോക് ശശി ഒരുക്കിയ നാടകം പ്രേക്ഷകരുടെ ഉള്ളിലെക്കുന്ന ഒന്നായി മാറി. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികളും നാടകത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. കഥാപാത്രങ്ങളുടെ വികാര തീവ്രതയും സാമൂഹിക പ്രസക്തിയും കൊണ്ട് ഈ നാടകം ഓരോരുത്തരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അനുഭവമാണ്. വളരെ വളരെ നന്നായിട്ടുണ്ട് നാടകം. അടുത്ത കാലത്തൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രമേയങ്ങളുമായിട്ട് KPSC വീണ്ടും വീണ്ടും ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വലിയകുന്നിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് നാടകാസ്വാദകരാണ് നാടകം കാണാൻ ഒഴുകിയെത്തിയത്. നവജീവൻ ക്ലബിൻ്റെ സംഘാടകരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം ഒരു നാടകം, അതും KPSCയുടെ ഒരു നാടകം, ഒരുപാട് പൈസ ചെലവും കാര്യങ്ങളുള്ള, എന്നാലും അവർ വളരെ ഭംഗിയായിട്ട് ഒരു പരിപാടി നടത്തി. പക്ഷേ ഈ നാടകത്തിനെ പറ്റി പറയാനുള്ളത്, നമ്മളൊക്കെ കണ്ട് KPSCനെ പറ്റി നമുക്ക് ഒരുപാട് കാലം മുന്നുള്ള ഒരു സ്കെച്ചർ ഉണ്ടായിരുന്നു. ആ സ്കെച്ചറിൽ നിന്നും മാറി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു നാടകത്തിൻ്റെ ഒരു സ്കെച്ചർ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കണ്ടത്. പണ്ട് നമ്മളൊക്കെ KPSCയുടെ നാടകം കണ്ടിരുന്നത് KPSCയുടെ നാടകത്തിൻ്റെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങൾ, ആ നാടകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. നല്ലൊരു നാടകം. ഓക്കെ, അതിമനോഹര. എന്താണ് അതിന് പറയാൻ ഇനി വാക്കുകളില്ല എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും നല്ലത്. കാരണം നമ്മള് അതിന് ഒരു കൊമേഴ്ഷ്യലായിട്ട് ഒന്നും അതിന് പറയാനില്ല. ഒരു ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ വണ്ടർഫുൾ, സൂപ്പർ. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ KPSC എന്ന 4 അക്ഷരത്തിന് വലിയ പങ്കുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ KPSCയുടെ വലിയ പങ്ക് അടയാളപ്പെടുത്തിയാണ് കടന്നുപോയത്. ആ KPSC നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പോലുള്ള വലിയ ശ്രദ്ധേയമായ നാടകങ്ങൾ കേരളത്തിൽ അവതരിപ്പിച്ച ഒരു നാടക പ്രസ്ഥാനമാണ്. ആ നാടക പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഇപ്പോഴും നഷ്ടപ്പെടില്ലെന്ന് ബോധ്യപ്പെടുന്ന നല്ലൊരു നാടകമാണ് ഇപ്പോൾ കടന്നുപോയത്. വളരെ മികച്ച നാടകമാണ്. വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരും കാണേണ്ട ഒരു നാടകമാണിത്. നാടകം വളരെ നന്നായിരുന്നു, വളരെ എൻജോയ് ചെയ്തു.
കാരണം ഓരോ ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു, നല്ല രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു, നല്ല ആസ്വദിച്ചിരുന്ന് കണ്ടു. അവസാനം വരെ ഒരു മടുപ്പും തോന്നാതെ നല്ല രസമായിട്ട് ഞങ്ങൾ ആസ്വദിച്ചിരുന്ന് ശരിക്കും കണ്ടു. കുറേ കാലമായിട്ട് ഇങ്ങനെ നാടകങ്ങൾ അനുഭവിച്ചിട്ടില്ല കൂടുതലൊന്നും, ബട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല എഫക്റ്റീവായിട്ട് അടിപൊളി, ഒന്നും പറയില്ല. നല്ല കഥ, അതുപോലെ നല്ല അവതരണം, അടിപൊളി. അവസാനം വരെ നല്ല രസമായിരുന്നു. പക്ഷെ അതിന്റെ കഥകളിലുള്ള ഒരു വെറൈറ്റിയാണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത്. അതിന്റെ അവതരണം, ഓരോ ഭാഗങ്ങളിൽ വരുന്ന ഓരോരുത്തരുടെ അഭിനയങ്ങളും അതിനെ കുറിച്ചിട്ട് അതിന്റെ കണ്ടന്റ് അത് ഭയങ്കര രസമായിരുന്നു. നവജീവനെ നടത്തിയ നാടകം വളരെ മനോഹരമായി. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും അതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കുറെ കാലത്തിന് ശേഷം KPSCന്റെ ഒരു നല്ല നാടകം കണ്ടു. പിന്നെ ഇവിടുത്തെ ഓർഗനൈസിങ് ടീം, അനീഷ്, ബാക്കിയുള്ളവരെല്ലാവരും കൂടി, അജയ് ഭട്ട്, നവജീവന്റെ നല്ലൊരു ടീം, ഒരു പ്രവർത്തന ഒരു മികവ്. പിന്നെ ഇതിന്റെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ 1 മണിക്കൂർ ഇതിന് വെയിറ്റ് ചെയ്ത് ആൾക്കാർ മിണ്ടാതെ ഇരുന്നു. പിന്നെ 2 മണിക്കൂറും 10 മിനിറ്റും ഇതിൻ്റെ ഉള്ളിൽ ഒരു ചുമ പോലും ഇല്ലാതെ കണ്ടിരുന്നു എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു മികച്ച നാടകം അത് KPSCയിലൂടെ കാണാൻ പറ്റിയത്. KPSCയുടെ നാടകങ്ങൾ എന്നും മികവ് പുലർത്തുന്ന നാടകങ്ങളാണ്. അത് നമ്മുടെ ഇവിടെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ക്ലബ്ബ് നാട്ടിൽ തന്നെ തുടങ്ങിയതിൽ നമുക്ക് അത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. മികച്ച ഒരു നാടകം. KPSCയുടെ നാടകം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അത് ഇന്ത്യ നാട്ടിൽ തന്നെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നല്ല നാടകമായിരുന്നു. കോരിച്ചെരിയുന്ന കയ്യടികളോടെയാണ് നാടകപ്രേമികൾ ഓരോ രംഗത്തെയും വരവേറ്റത്. 10ാം വാർഷികാഘോഷവും നാടകാവതരണവും വൻ വിജയമാക്കാൻ നവജീവൻ കലാ സാംസ്കാരിക വേദി ഭാരവാഹികളായ R. അജയ് ഭട്ട്, മുഹമ്മദ് സുനൂൻ K, അനീഷ് വലിയകുന്ന്, സുധീഷ് VP, സതീഷ് G. ഗോപാൽ, ഹർഷൻ KP, ശരത് P, വിശാൽ KP, വിഷ്ണു വാസുദേവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി മാസങ്ങളായുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. വലിയകുന്നിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായി മാറി ഈ 10ാം വാർഷികാഘോഷം.